ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ. നമ്മൾ ടെർബോ സിനിമ കാണാൻ വേണ്ടി വനിത സ്ക്രീൻ വണ്ണിലേക്ക് വന്നിരിക്കുകയാണ്. എന്തായാലും സിനിമയുടെ അഭിപ്രായം പറയാം. ടെർബോ സിനിമ കണ്ട് വീട്ടിലെത്തി. ഈ സിനിമയിലൊരു ഡയലോഗ് ഉണ്ട്, വില്ലൻ പറയുന്ന രാജ് പി ഷെട്ടിയുടെ ക്യാരക്ടർ പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്. വാട്ട് എ ബ്ലഡി ക്ലീഷേ. ഭയങ്കര അറം പറ്റിപ്പോയി എന്നാണ് എനിക്ക് തോന്നിയത് ആ ഡയലോഗ്. മമ്മൂക്ക എന്നുള്ള നടനെ ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ. വളരെ നല്ല രീതിയിൽ മമ്മൂക്കക്ക് കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ മമ്മൂക്ക ചെയ്തിട്ടുണ്ട്. ആക്ഷൻ നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്ത് ഇതിനകത്തേക്ക് നല്ല നല്ല ആക്ടേഴ്സിനെ എടുത്തിട്ടുണ്ട്. നല്ല രീതിയിൽ പൈസ മുടക്കിയിട്ടുണ്ട്. എല്ലാം അടിപൊളിയായിട്ടുണ്ട്. പക്ഷേ ഇതൊരു മുഴുവൻ നീള ഇടി സിനിമയാണ്, ഇടിപ്പടമാണ്, ആക്ഷൻ പടമാണ്. പക്ഷേ ഒരു ഇമ്പാക്റ്റ് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല സിനിമയിൽ. അതായിരുന്നു ഞാനായിട്ടുള്ള ഈ സിനിമയായിട്ടുള്ള ഏറ്റവും വലിയൊരു പ്രോബ്ലം. പക്ഷേ അങ്ങനെ ആവണം എന്നില്ല നിങ്ങൾക്ക്. അതുകൊണ്ട് തന്നെ നിങ്ങൾ തീർച്ചയായിട്ടും ഈ സിനിമ പോയി തിയേറ്ററിൽ കാണുക. എൻ്റെ ഊഹം ശരിയാണെങ്കിൽ ഈ സിനിമ ഫാമിലി ഓഡിയൻസിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടാനുള്ള ചാൻസ് ഉണ്ട്. ഇതിലെ ടെർബോ ജോസ് എന്നുള്ള ക്യാരക്ടറും ഇതിലെ അമ്മച്ചിയും ഇതിലെ ആക്ഷനും കാര്യങ്ങളൊക്കെ ഫാമിലി ഓഡിയൻസ് നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ ചാൻസ് ഉണ്ടെന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ സ്ട്രോങ് ആയിട്ട് പറയാണ്, എൻ്റെ അഭിപ്രായം നിങ്ങൾ വിലക്കെടുക്കേണ്ട ആവശ്യമേ ഇല്ല. ഇതെൻ്റെ വ്യക്തിപരമായ മാത്രം അഭിപ്രായമാണ്. ഞാനായിട്ട് ഈ സിനിമ കാര്യമായിട്ട് കണക്റ്റ് ആയിട്ടില്ല. കുറച്ച് മൊമെൻറ്റ്സ് ഉണ്ട്. പിന്നെ ടുവേർഡ്സ് ദി എൻഡ് ഒരു ആളുടെ ശബ്ദം നിങ്ങൾക്ക് കേൾക്കാം. ആളുടെ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര ആരവം വരുന്നു തിയേറ്ററിൽ. അതല്ലാതെ പൊതുവേ ഞാൻ സിനിമ വനിതയെ കാണുമ്പോൾ മമ്മൂക്കയുടെ പടത്തിന് കിട്ടുന്ന ഒരു സ്വീകരണം ഈ സിനിമക്ക് കിട്ടാത്ത പോലെ എനിക്ക് ഫീൽ ചെയ്തു. ഒരു ഒരു നനഞ്ഞ ഒരു അവസ്ഥയായിരുന്നു എനിക്ക് ഈ സിനിമ. കാരണം ഞാൻ വല്ലാണ്ട് പ്രതീക്ഷിച്ച് പോയൊരു സിനിമയാണ്. കാരണം ഇതൊരു മുഴുനീള ആക്ഷൻ പടം, അതും മാത്രമല്ല വൈശാഖിൻ്റെ പടം എന്നുള്ള രീതിയിൽ ഞാൻ ആ ഒരു സംഭവം ലീവ് യുവർ ബ്രെയിൻസ് അറ്റ് ഹോം സെറ്റപ്പിൽ തന്നെയാണ് ഞാൻ പോയത്. ഞാൻ പ്രതീക്ഷിച്ചിരുന്നത് ഒരു 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 മുഴുനീള ആക്ഷൻ അങ്ങനത്തെ മാത്രം, വേറെ ഒന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല. എൻ്റർടൈനർ എന്നുള്ള രീതിയിൽ മാത്രം ഞാൻ പ്രതീക്ഷിച്ചത്. പക്ഷേ എന്നാലും എനിക്കൊരു ഇമ്പാക്റ്റ് ഫീൽ ചെയ്യുന്നില്ല ഈ സിനിമയ്ക്ക്. അതാണ് ഞാനും ഈ സിനിമയുള്ള മെയിൻ പ്രോബ്ലം. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ സിനിമ വലിയ എൻജോയബിൾ അല്ലായിരുന്നു. മമ്മൂക്കേനെ കാണുന്നത് വളരെ സന്തോഷമാണ്. മമ്മൂക്ക കഷ്ടപ്പെട്ട് ഈ ഏജിൽ നല്ല അടിപൊളിയായിട്ട് ആക്ഷൻ ചെയ്തിട്ടുണ്ട്, നല്ലപോലെ പണിയെടുത്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ സൂപ്പറാണ്. പിന്നെ പ്രോപ്സ് ടു ദ സിനിമാറ്റോഗ്രാഫർ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം ഈ സിനിമയിലാണ്, വളരെയധികം നല്ല രീതിയിൽ സിനിമാറ്റോഗ്രാഫി ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ വിഷ്ണു ശർമ്മയാണ് സിനിമാറ്റോഗ്രാഫി ചെയ്തേക്കണത്. അടിപൊളിയായിട്ട് സിനിമാറ്റോഗ്രാഫി ചെയ്തു വെച്ചിട്ടുണ്ട്. ഞാൻ ക്രിസ്റ്റോ സേവ്യറിനെ നേരിട്ട് കണ്ടായിരുന്നു. ഞാൻ അച്ഛനെ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യം, ബ്രഹ്മയുഗം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. ഈ സിനിമ കൊള്ളാമായിരുന്നു അത്രേ എനിക്ക് ഫീൽ ചെയ്തുള്ളൂ. ഒരു ഭയങ്കര വേറെ ലെവൽ സാധനമായിട്ടുള്ള ബ്രഹ്മയുഗം ചെയ്ത ഒരു ആ ഒരു ലെവലിലേക്ക് എനിക്ക് ഈ സിനിമയിലെ മ്യൂസിക് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല. ഇതിനകത്തൊരു സോങ് ഉണ്ട്, എനിക്ക് തോന്നുന്നു ആ സോങ് പാടിയിരിക്കുന്ന അർജുനാന്ന് തോന്നുന്നുണ്ട്. വേറൊരു ഫീമെയിൽ വോയിസ് അതിനകത്ത് കയറി വരുന്നുണ്ട്. ആ സോങ് കുറച്ചും കൂടി ഈ സിനിമയിലേക്ക് യൂസ് ചെയ്യാമായിരുന്നു തോന്നി. അത് ഒരു മമ്മൂക്കയുടെ മെയിൻ ഇൻട്രോ എന്ന് പറഞ്ഞാൽ ഒരു സാധാരണ ടൈപ്പ് ഒരു ഇൻട്രോ ആണ്, ജസ്റ്റ് ഫ്രെയിമിലേക്ക് കയറി വരുന്ന രീതി ഒരു നോർമൽ ഇൻട്രോ ആണ്. സെക്കൻഡ് ഇൻട്രോ എന്ന് പറഞ്ഞ സാധനമാണ് നല്ല പവർഫുൾ ആയിട്ട് വന്നിരിക്കുന്ന ഒരു സംഭവം. അത് ആ ടൈമിൽ ഈ പാട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് ഭയങ്കര സ്യൂട്ടബിൾ ആയിരുന്നു. ആ ആക്ഷൻ രംഗം നല്ല രസമുണ്ടായിരുന്നു, കളർ ചെയ്തേക്കണൊക്കെ രസമുണ്ടായിരുന്നു, ലൈറ്റ് ചെയ്തേക്കുന്നതൊക്കെ നല്ലതായിരുന്നു. അപ്പോൾ ടെക്നിക്കലി ഈ സിനിമ കൊള്ളാം. പക്ഷേ ഒരു ഇമ്പാക്റ്റ് ഫീൽ ചെയ്യുന്നില്ലടേ എനിക്ക് ഈ സിനിമ കണ്ടപ്പോൾ. അതാണ് എനിക്ക് ചിലപ്പോൾ എൻ്റെ കുഴപ്പമാവാം. എനിക്ക് തീരെ ഇമ്പാക്റ്റ് ഫീൽ ആവുള്ളൂ. ഞാൻ ആർത്തുല്ലസിച്ച് വേറെ ലെവലിൽ ആവേശം സിനിമയൊക്കെ കണ്ട പോലത്തെ അങ്ങനെ ഒരു ആവേശഭരിതമായിട്ട് കാണാൻ വേണ്ടി പോയൊരു സിനിമയാണിത്. അപ്പോൾ എനിക്ക് ആ ഒരു ആവേശം കിട്ടിയില്ല. അതാണ് എനിക്ക് ഈ സിനിമയോടുള്ള എൻ്റെ ഒരു വിയോജിപ്പ് എന്ന് പറഞ്ഞത്. നിങ്ങൾക്ക് ചിലപ്പോൾ അങ്ങനേ അല്ലായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും എടുത്ത് പറയുന്നു, നിങ്ങൾ തിയേറ്ററിൽ സിനിമ കണ്ടിട്ട് അഭിപ്രായം ഇടാം. പിന്നെ ഈ ഫാൻസുകാരെ തൃപ്തിപ്പെടുത്തുന്ന സെറ്റപ്പ് കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊന്നും എനിക്ക് അത്ര എൻജോയബിളായിട്ട് ഫീൽ ചെയ്തില്ല. ഫാൻസിന് ചിലപ്പോൾ അത് വളരെയധികം ഇഷ്ടപ്പെട്ടേക്കാം. ഞാനൊരു ബ്ലൈൻഡ് ഫാനല്ല ഒരു നടൻ്റെയും. അതുകൊണ്ട് തന്നെ എനിക്ക് ഒരു സിനിമ ഇഷ്ടപ്പെട്ടാൽ ഞാൻ ഇഷ്ടപ്പെട്ടു എന്ന് തുറന്നു പറയും, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല എന്ന് തുറന്നു പറയും. അപ്പോൾ ഈ സിനിമ എനിക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് വെച്ചാൽ എനിക്ക് വലിയ കാര്യമായിട്ട് ഇഷ്ടപ്പെട്ടില്ല. അതെൻ്റെ വ്യക്തിപരമായ മാത്രം അഭിപ്രായം. എനിക്ക് വലിയ കാര്യമായിട്ട് ഇഷ്ടപ്പെട്ടില്ല. എന്നാൽ ഇതൊരു മോശം സിനിമയായിട്ടും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. കാരണം ഇതിനകത്ത് കുറച്ചുകൂടി നന്നാക്കാമായിരുന്നു, കുറച്ച് ഏരിയാസ് നന്നാക്കാമായിരുന്നു. പിന്നെ ഈവൻ സ്റ്റാർ കാസ്റ്റിൽ എനിക്ക് ഇതിലെ നടിയുടെ പെർഫോമൻസ്, എനിക്ക് ഈ നടിയുടെ നമ്മുടെ പാച്ചവും അത്ഭുത വിളക്കിലെ പെർഫോമൻസ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടാണ്. പക്ഷേ ഈ സിനിമയ്ക്ക് എന്തോ ഒരു മിസ്കാസ്റ്റ് പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. ആ ശബരീഷിൻ്റെ ഒരു ലവ് ഇൻട്രസ്റ്റ് ആയിട്ടാണ് കാണിക്കുന്നത്. ശബരീഷിന് എന്തോ ഉപചാരപൂർവ്വം കൊണ്ടാഴ്ചയിൽ ശബരീഷിൻ്റെ പെയറായിട്ട് വന്ന ആ കുട്ടി ഭയങ്കര സിംഗായിരുന്നു. അപ്പോൾ അതുപോലെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ എന്നൊക്കെ എൻ്റെ മനസ്സിലേക്ക് തോന്നിപ്പോയി.
അപ്പം അങ്ങനെ കുറേ വിയോജിപ്പുണ്ട് ഇതിനകത്തുള്ള കുറേ സംഭവങ്ങളൊക്കെ ആയിട്ട്. പിന്നെ ഇതിനകത്ത് മാർവൽ ഫാൻസിന് ഒരു ചെറിയ സാധനമുണ്ട്. ഇങ്ങനെ അവിടെ ഇവിടെ നിന്നൊക്കെ കുറേ സാധനങ്ങൾ ഇട്ട് വെച്ചിട്ടുണ്ട്. പക്ഷേ മൊത്തത്തിൽ ഇതൊരു മുഴുനീള സിനിമയായിട്ട് കാണുമ്പോഴേക്കും എന്തോ എവിടെയൊക്കെ ഭയങ്കരമായിട്ട് മിസ്സിങ്, ഭയങ്കരമായിട്ട് നമുക്ക് കുറച്ചും കൂടി കുറച്ചധികം നന്നാമായിരുന്നു, അങ്ങനെയൊക്കെയാണ് ഫീൽ ചെയ്യണം. പിന്നെ വളരെ തുറന്ന അഭിപ്രായത്തിൽ ഞാൻ പറയാണ്, മമ്മൂട്ടി കമ്പനി ഇതുവരെ പ്രൊഡ്യൂസ് ചെയ്ത സിനിമകളിൽ വെച്ചിട്ട് എനിക്ക് സ്ട്രീറ്റ് ലൈറ്റും മമ്മൂട്ടി കമ്പനി ചെയ്തേക്കണമെന്നുണ്ട്. അപ്പോൾ സ്ട്രീറ്റ് ലൈറ്റും ഇതാണ് എനിക്ക് കുറച്ച് വീക്ക് സിനിമകളായിട്ട് തോന്നിയിരിക്കുന്നത്. അതല്ലാതെ ചെയ്തിരിക്കുന്ന എല്ലാ സിനിമകളും അടിപൊളിയായിരുന്നു. അപ്പോൾ ഇത് എനിക്ക് വർക്കായില്ല. ഈ സിനിമ എനിക്ക് കാര്യമായിട്ട് വർക്കായില്ല, അത് ഞാൻ തുറന്ന് പറയണേ. ഇതിലെ കോസ്റ്റ്യൂംസും കാര്യങ്ങളും ഒക്കെ അടിപൊളിയായിരുന്നു. ടർബോ ജോസ് എന്നുള്ള ആ ഒരു ഗെറ്റപ്പൊക്കെ മമ്മൂക്ക സൂപ്പറായിരുന്നു. ഒരിക്കലും ഒരു 73 വയസ്സ് ഉള്ളൊരു ആക്ടറാണെന്ന് ജന്മത്ത് പറയത്തില്ല. 74 വയസ്സായി എന്ന് പറഞ്ഞു മമ്മൂക്കയ്ക്ക്. പക്ഷേ ഒരു രക്ഷയില്ലാതെ അത് മനസ്സിലാവത്തില്ല. പുള്ളി അത്രയും എഫേർട്ട് എടുക്കുന്നുണ്ട്. ഈസ് എ വെരി ഹാർഡ് വർക്കിംഗ് ആക്ടർ. അപ്പോൾ ഐ ആം ലുക്കിംഗ് ഫോർവേഡ് ടു ഹിസ് നെക്സ്റ്റ്. ഒരു ഇൻ്റർവ്യൂവിൽ നമുക്ക് പറയുന്നുണ്ടായിരുന്നു, ഞാൻ കഷ്ടപ്പെടാൻ തയ്യാറാണ്, ഇനിയും കഷ്ടപ്പെടുമെന്ന്. ആ കഷ്ടപ്പാടുകളൊക്കെ വൻ വിജയത്തിലേക്ക് വരും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. നമുക്ക് അത്രയും നല്ലൊരു ഡെഡിക്കേറ്റഡ് ആക്ടറാണ്, ഡെഡിക്കേറ്റഡ് പെർഫോമറുമാണ്. അതുകൊണ്ട് തന്നെ ഐ എം സർട്ടൻലി ലുക്കിംഗ് ഫോർവേഡ് ടു ഹിസ് നെക്സ്റ്റ്. ഇത് എനിക്ക് കാര്യമായിട്ട് വർക്കായില്ല, അത് ഞാൻ പറയുന്നു. അത് പറയാതിരിക്കുന്നത് നിങ്ങളോട് കാണിക്കുന്ന നീതികേടായിരിക്കും. ഞാൻ തുറന്ന് പറയുന്നത് എൻ്റെ ഒരു ശീലമാണ്. നമ്മൾ ആരെയും ബുദ്ധിമുട്ടിക്കാനോ ദ്രോഹിക്കാനോ അല്ലെങ്കിൽ ഒരു പ്രോബ്ലം ഉണ്ടാക്കാൻ വേണ്ടിയല്ല പറയണത്. നമ്മൾ ഒരു ടിക്കറ്റ് പൈസ കൊടുത്ത് തിയേറ്ററിൽ പോയി സിനിമ കാണുന്ന വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഞാൻ ഇത് തുറന്ന് പറയുന്നതാണ്. ആർക്കും എന്നോട് ഒരു വിരോധം തോന്നരുത്. എനിക്ക് ഈ സിനിമ ഇഷ്ടപ്പെട്ടില്ല എന്ന് വെച്ചിട്ട് ഒരിക്കലും അതൊരു മോശം സിനിമയാവില്ല, ഒരിക്കലും വേറൊരാൾക്ക് ഇഷ്ടപ്പെട്ടുകൂടാന്നുമില്ല. അപ്പോൾ ഐ വിൽ ഡെഫിനറ്റ്ലി ആക്സെപ്റ്റ് പീപ്പിൾ ഹൂ ലൈക്ക് ദിസ് മൂവി. ഒറ്റ കാര്യമുള്ളൂ, അത് വൃത്തിയോടെ വളരെ ബഹുമാനത്തോടെ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. അല്ലാതെ ചീത്ത വിളിച്ചോ അല്ലെങ്കിൽ എന്നിലേക്ക് ഫോഴ്സ് ചെയ്തോ അല്ലെങ്കിൽ ഞാനിത് ഇഷ്ടപ്പെട്ടേ പറ്റുള്ളൂ ആ രീതിയിലേക്ക് കമൻറ്റ് ചെയ്യുന്നവരെ ഞാൻ വിലക്കെടുക്കുന്നതല്ല. അത്രമാത്രം ഞാൻ ഇതിനകത്ത് പ്രത്യേകിച്ച് എടുത്ത് പറയുന്നു. അപ്പോൾ ആസ് എ മൂവി, ആസ് എ ഹോൾ ഇത് അവിടെ ഇറ്റ്സ് ആൻഡ് ബിറ്റ്സിലൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ പോലും മൊത്തത്തിൽ പറയുമ്പോൾ എനിക്ക് കാര്യമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല. ഈവൻ വൈശാഖിൻ്റെ മൂവീസിൽ ഐ എം നോട്ട് എ ഹ്യൂജ് ഫാൻ ഓഫ് വൈശാഖ് മൂവീസ്. അതിലെനിക്ക് സീനിയേഴ്സ് എന്നുള്ള മൂവി വളരെ ഇഷ്ടമാണ്. കാരണം ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു ട്വിസ്റ്റാണ് ആ സിനിമയിൽ വരുന്നത്. അതുപോലെ നൈറ്റ് ഡ്രൈവ് എന്നുള്ള സിനിമ കുറേ പേർക്ക് വർക്കായിട്ടില്ല, പക്ഷേ എനിക്ക് വർക്കായതൊരു സിനിമയാണ്. എനിക്ക് പേഴ്സണലി റോഷൻ മാസ് കാണിച്ചപ്പോൾ ഇഷ്ടപ്പെട്ടായിരുന്നു. അത് ഗംഭീര പടം അങ്ങനെയൊന്നും ഞാൻ പറയാനുള്ള, പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു ആ സിനിമ. അപ്പോൾ അതല്ലാതെ വൈശാഖിൻ്റെ ബാക്കി മൂവീസൊക്കെ എനിക്ക് വലിയ കാര്യമായിട്ട് ഇഷ്ടപ്പെട്ട പടമൊന്നും അല്ല. പുലിമുരുകനിലുള്ള ലാലേട്ടൻ്റെ എഫേർട്ടിനെ ഞാൻ തീർച്ചയായിട്ടും എടുത്തു പറയും. കാരണം ഇതേപോലെ തന്നെ ആ ഒരു പ്രായത്തിന് ഒത്ത അതിൻ്റെയൊക്കെ അപ്പുറം ഒരു ആക്ഷൻ പുലിമുരുകനിൽ ലാലേട്ടൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവരെല്ലാവരും, അതായത് ഈ ഒരു ഏജിൽ മറ്റുള്ള ആക്ടേഴ്സ് എത്രത്തോളം ഇത്ര ഭംഗിയോടെ പെർഫോം ചെയ്യുമെന്ന് എനിക്ക് അറിയത്തില്ല. കാരണം ഇവർ കൊടുക്കുന്ന ഡെഡിക്കേഷൻ, അതിപ്പോൾ മമ്മൂക്ക ആയിക്കോട്ടെ ലാലേട്ടൻ ആയിക്കോട്ടെ, ഇവർ കൊടുക്കുന്ന ഡെഡിക്കേഷൻ ഇസ് അൺബിലീവബിൾ. അതും ഞാൻ എടുത്ത് പറയുന്നു. എന്തായാലും ഞാൻ തുറന്നു പറഞ്ഞതിൽ ആരും വിരോധം കാണിക്കരുത്. ഞാൻ പറയുകയാണ്, ചീത്ത വിളിച്ചുകൊണ്ട് വരുന്ന കമൻസ് ഞാൻ എന്തായാലും തീർച്ചയായിട്ടും എടുത്ത് കളയും. കാരണം വെച്ച് കഴിഞ്ഞാൽ അത് ഞാൻ ആക്സെപ്റ്റ് ചെയ്യുന്നതല്ല. മര്യാദക്ക് നിങ്ങൾക്ക് കാര്യമായിട്ട് പറയാം, ഇപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങൾ. അല്ലാതെ എന്നിലേക്കൊന്നും അടിച്ചേൽപ്പിക്കരുത്. ഞാൻ ആരിലേക്കൊന്നും അടിച്ചേൽപ്പിക്കുന്നില്ല. എൻ്റെ അഭിപ്രായം നിങ്ങൾ എടുക്കണമെന്ന് ഞാൻ പറയുന്നില്ല. നിങ്ങൾ സ്വയം തിയേറ്ററിൽ പോയി തീർച്ചയായിട്ടും ഈ സിനിമ കാണാം. കാരണം ഈ സിനിമ തിയേറ്ററിൽ കാണേണ്ട ഒരു സിനിമയാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെ കാണുക. എന്തായാലും ഐ ആം ലുക്കിംഗ് ഫോർവേഡ് ടു മമ്മൂക്കാസ് നെക്സ്റ്റ്. അത്രേ ഉള്ളൂ. ബൈ ബൈ.